ചിലപ്പോഴോ ഭാര്യയ്ക്ക് തോന്നി, എന്തേ ഇയാള് കല്യാണം കഴിച്ചിട്ടും എന്നെ അല്ലേ എല്ലാ നിലക്കും പരിഗണിക്കേണ്ടത്, ഇയാളെന്തേ ഇയാളുടെ ഉമ്മാനെ ഇത്ര സ്നേഹിക്കുന്നു, ഇയാളെന്തേ ഇയാളുടെ പെങ്ങളെ ഇത്ര സ്നേഹിക്കുന്നു. അവരെ തെറ്റിക്കാൻ വേണ്ടി ചിലപ്പോ ഭാര്യയെ ഒരു പണിയെടുപ്പിക്കാം. അങ്ങനെയും സിഹ്റ് ചെയ്യുന്നവരുണ്ടാകുമെന്ന് എന്ന ഈ വിഷയം പറയുന്ന കിതാബിൽ വഹീദ് അബ്ദുസ്സലാം ബാലി എഴുതുന്നുണ്ട്. കാരണം എന്താ? ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിക്കുക എന്നുള്ളതാണ് ഈ സിഹ്റിന്റെ ഏറ്റവും ടോപ്പ് കർമ്മം. ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കുക. അതുകൊണ്ട് അത്തരം കർമ്മങ്ങളിലേക്ക് പോകാൻ പാടില്ല. സിഹ്റ് നമ്മൾ അടുക്കാനേ പാടില്ല എന്ന് വിചാരിച്ചെന്ത് ചെയ്യരുത്. ഭാര്യയെ കിട്ടിക്കഴിഞ്ഞാൽ പെങ്ങളെ മറക്കാൻ പാടില്ല, ഭാര്യയെ കിട്ടിക്കഴിഞ്ഞാൽ ഉമ്മാനെ മറക്കാൻ പാടില്ല. ഭാര്യ തലയണ മന്ത്രം നടത്തുമ്പോഴേക്കോ ഉമ്മാനെ എവിടുന്ന് വിഷമിപ്പിക്കാൻ പാടില്ല. നിന്നെ എത്രയോ കൊല്ലം മാറ്റുനോറ്റ് പോറ്റി 25-ാം വയസ്സ് വരെ വളർത്തിയ ഉമ്മാനെ ഇന്നലെ വന്ന പെണ്ണ് പിറ്റേന്ന് മന്ത്രം ചൊല്ലുമ്പോഴേക്ക് ഉമ്മ കൊള്ളരുതാത്തവളായി മാറുന്ന അവസ്ഥ ഒരു മകനും ഉണ്ടാകാൻ പാടില്ല. ഭാര്യയോട് പറയണം, എന്റെ ഉമ്മാനെ എനിക്കാണ് കൂടുതൽ അറിയുക, അതുകൊണ്ട് നീ എന്നോട് പറഞ്ഞു തരേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമേ ചെറുപ്പക്കാരെ നിങ്ങൾ ഉമ്മമാരോടുള്ള ബന്ധത്തിന് അവിടുന്ന് സംരക്ഷണം നൽകണം. അതുപോലെ തന്നെ അമ്മായിയമ്മമാരെ ഓർമ്മിക്കേണ്ടത്, തന്റെ മകളെപ്പോലെ ഒരു പെണ്ണാണ് എന്റെ മകന്റെ ഭാര്യയായി ഇവിടെ വന്നിട്ടുള്ളത്. അവൾക്കും എന്റെ മകളെപ്പോലെയുള്ള സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അവകാശവും കൊടുക്കണം. കാരണം എന്താണ്? അവിടുന്ന് മകളുടെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് വീണ് പൊട്ടുമ്പോ, മോളെ ഗ്ലാസ് പോയാലും വേണ്ടിയില്ല, നിന്റെ കാല് മുറിഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന ഉമ്മ, മരുമകളുടെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് വീഴുമ്പോഴേക്ക് നീ ഇവിടെ മുടിപ്പിക്കാൻ വന്നവളാണെന്ന് പറയാറില്ലേ? ആ ടോണങ്ങ് മാറണം, ആ ശൈലി അങ്ങ് മാറണം. കഷ്ടകാലത്തിന് പിറ്റേന്ന് പേടിച്ചു കൊണ്ടുവരുമ്പോ രണ്ടാമത്തെ ഗ്ലാസും വീണാലോ, നീ ഇടങ്കാല് വെച്ച് കയറിയപ്പോഴേ ഇവിടെ മുടിപ്പിക്കൽ തന്നെയാണ് എന്ന് നിന്റെ അടുത്ത കൊട്ടേഷൻ വരണ്ട. നിന്റെ മകളെപ്പോലെയുള്ളവളാണ് മരുമകളെന്ന് കാണണം. അതുപോലെ തന്നെയോ അവിടുന്ന് എന്റെ മാതാവിനെ പോലെയാണ് എന്റെ ഭർത്താവിന്റെ മാതാവെന്ന് കാണണം. പക്ഷേ ഇന്ന് വല്ലാത്ത ലോകവ്യവസ്ഥിതിയാണ്. പ്രായമുള്ളവർക്ക് സേവനം ചെയ്യാൻ മനസ്സുള്ള പെണ്ണുങ്ങൾ കുറവാണ്. അതുകൊണ്ട് കല്യാണം കഴിച്ച് 3-ാമത്തെ ദിവസം മുതൽ ഭർത്താവിനോട് പറയും, നമുക്ക് സെപ്പറേറ്റായി വീട് വേണം എന്ന് പറയുന്ന കാലം വന്നുപോയി. അതിന് സഹായകമായി ഒരു സ്ത്രീധനവും ഇവിടെ നിലവിലുണ്ടായിപ്പോയി. കാരണം എന്താ? അവള് പറഞ്ഞു കുറച്ചൊക്കെ കേട്ടേ പറ്റൂ. കാരണം എസ്റ്റേറ്റും കൊടുത്തിട്ടുണ്ട്, വീടും കൊടുത്തിട്ടുണ്ട്, കാറും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വേറെ താമസിക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോഴനുസരിക്കേണ്ടി വരും. ആ അവസ്ഥയിലേക്ക് മാറിപ്പോയി. വേണ്ട മോളെ, നിന്റെ മക്കളെ പരിചരിക്കാൻ അവിടുന്ന് നല്ല ഒരു ഉമ്മ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കി നീ പുതിയ ജീവിതത്തിലേക്ക് കാലുവെച്ചിട്ടേ ഉള്ളൂ. നിന്നെ സംരക്ഷിക്കാൻ ഒരു മാതാവാണ് നിന്റെ ഭർത്താവിന്റെ മാതാവെന്ന് കരുതിയിട്ട് സേവനം ചെയ്യാൻ നീ സമയം കണ്ടെത്തിയാൽ നിനക്ക് സേവനം ചെയ്യാൻ ഭാവിയിൽ ആളുണ്ടാകും കേട്ടോ. ഇന്ന് പ്രായമുള്ളവരുണ്ടെങ്കിൽ അവരുടെ മൂത്രമെടുക്കാനോ അവരുടെ കാഷ്ടമെടുക്കാനോ അവരുടെ സേവനം ചെയ്യാനോ മനസ്സില്ലാത്ത കാലമാണ്. മാതല്ലോ, എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞുപോയല്ലോ.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, മരുമകൾക്ക് അവിടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം. മരുമകളോട് പറയുന്നു, അമ്മായി അമ്മയോട് ബഹുമാനം നിലനിർത്തണം. നീ മറുപടി പറയുന്ന തന്റേതിയായി മാറരുതോ, നീ ബഹുമാനമുള്ള മകളായി മാറണം. അപ്പോഴേ കുടുംബ ബന്ധത്തിൽ ബറക്കത്തുണ്ടാവുകയുള്ളൂ. ഞാൻ ഇടയ്ക്ക് കൂടി എന്ന് പറഞ്ഞേ ഉള്ളൂ, വിഷയം മാറും.